എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെട്ടുമീൻ കറി വയ്ക്കാനാണ്. ഇതെന്ത് മീനാണെന്നറിയോ? ഇതാണ് പാൽസ്രാവ്, വമ്പൻ സ്രാവ് എന്ന് പറയും. അപ്പോൾ ഇതൊരു 2.25 കിലോ ഉണ്ട് വെയിറ്റ്. അപ്പം ഇതെങ്ങനെയാണ് നന്നാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം തിളയ്ക്കാത്ത വെള്ളത്തിലിടുക, അല്ലെങ്കിൽ വേവും, എന്നിട്ട് വരണ്ടി എടുക്കുക. ഇത് ഈ മീനിനെ ഭയങ്കര മണല, അത് വരയ്ക്കുമ്പോൾ ശബ്ദം കേൾക്കണ. അപ്പോൾ അത് മണലായിട്ടാണ്. അപ്പോൾ ഇത് ചെറിയ മീനാണെങ്കിൽ നമ്മൾ അധികം തിളയ്ക്കാത്ത വെള്ളത്തിലിടും. ഇതിപ്പോൾ നല്ല മൂത്ത മീനാണ്. അപ്പോൾ ഒത്തിരി തിളച്ച വെള്ളമായാലും അത് വേവില്ല. അപ്പോൾ ഇത് കുടപ്പുളിയാണ്. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ അതൊന്ന് കുതിരും ചെയ്യും, അതിൽ തഴുക്ക് പോവുകയും ചെയ്യും. എന്നിട്ട് നമ്മളത് തിളപ്പിച്ചെടുക്കണം. നല്ല മീനിലേക്ക് കുടപ്പുളിയുടെ തിളപ്പിച്ച ചാറും പുളി കുറഞ്ഞ മാങ്ങാപ്പൂള് കെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മണലിറക്കാൻ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചത് ഇതേപോലെ വരണ്ട. അതിൽ മുഴുവൻ മണലിൻ്റെ തരിക. അത് വരണ്ടി നല്ല പോലെ ഫുള്ളും വരണ്ടി എടുക്കണം. എന്നിട്ട് അതിനെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് കഷ്ണങ്ങളാക്കി നുറുക്കുക. പാൽസ്രാവ് മേടിക്കുമ്പോൾ എപ്പോഴും പാൽസ്രാവ് മേടിക്കണം. ആദ്യം തന്നെ സ്രാവ് ചതി പറ്റാൻ പാടില്ല, അതിനൊന്ന് മണത്ത് നോക്കണം. അപ്പോൾ കുമ്മൻ സ്രാവാണെങ്കിലും പാൽസ്രാവാണെങ്കിലും നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ കഴുകുമ്പോൾ ഇതേപോലെ അലമ്പി കഴുകുക. എല്ലാ മീനും ഇതേപോലെ അലമ്പി കഴുകാൻ പറ്റില്ല കേട്ടോ. ചിലതാകെ ഉടമ്പും അലമ്പി കഴുകി കഴിഞ്ഞാൽ. അപ്പോൾ മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മാങ്ങ കേട്ടോ, ഇത് ഞങ്ങൾ ഫ്രീസറിൽ വെക്കണതാണ് പൂളിയിട്ട്. അത് കുറച്ച് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില. പച്ചമുളക് ഞങ്ങൾ ഒരു 10-15 എണ്ണം ഇടും. അത് നല്ല എരിവുള്ള മത്തങ്ങ മുളക് വയ്ക്കുകയാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ കൂട്ടാനിൽ നല്ല എരിവുണ്ടാവും. ചുവന്ന മുളക് പൊടി ഞങ്ങൾ കുറവേ എടുക്കുള്ളൂ, വളരെ കുറവ്. അപ്പോൾ അതിൻ്റെ ചാറ്, തിളപ്പിച്ച ചാറും മാങ്ങാപ്പൂളും ഇട്ടു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണേ ഇടുള്ളൂ കേട്ടോ. അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നാളികേരം 2-3 അണ്ടിപ്പരിപ്പും കൂടി വെണ്ണ പോലെ അരച്ചെടുക്കും. മുളക് പൊടി ഞങ്ങൾ കുറവ് ഇടുക, പച്ചമുളക് കൂടുതൽ ഇടുന്നത് കറി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. എന്നാൽ എരിവ് കിട്ടുകയും ചെയ്യും പച്ചമുളക് ഇടുമ്പോൾ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നാളികേരം, അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി അരച്ചത് ഇതിൽ ചേർത്തു. ഇനി നാളികേരത്തിൻ്റെ പാല് ചേർക്കാം. നാളികേരപ്പാൽ എല്ലാം ടമ്പാലും 2-ാം പാലും ഒക്കെ കൂടി ഒരുമിച്ച് ചേർത്താൽ മതി, വേറെ വേറെ ചേർക്കണമെന്നൊന്നുമില്ല. അതുപോലെ ഈ മീൻ ഇത്തിരി മൂപ്പ് കൂടിയ കാരണം കൊണ്ട് ഈ കറിയിൽ ഒപ്പിട്ടിട്ട് വേവിക്കുകയാണ്. നല്ല ചെറിയ സ്രാവാന്നുണ്ടെങ്കിൽ ഈ ചാറൊക്കെ തിളച്ചതിന് ശേഷമാണ് മീനിടുള്ളൂ, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. അപ്പോൾ മീനൊക്കെ കൂട്ടിക്കൽ കഴിഞ്ഞു. ഇനി അത് അടപ്പത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ വറുക്കാനുള്ളതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ തേച്ച് വയ്ക്കാം. നല്ല ഫ്രഷ് മീനാണ് ഇട്ടത്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മീൻ കറി കൊണ്ടുവന്ന് അടുപ്പത്ത് വെച്ചു. പുകയില്ലാത്ത അടുപ്പിലാണ് വെച്ചേക്കണത്. അപ്പോഴേക്കും നമുക്ക് ഉള്ളി കുറച്ച് അരിയണം. ഉള്ളി ഞങ്ങൾ കുറച്ച് കൂടുതലെടുക്കും, ചതച്ചിടൊന്നുമില്ല. കറി വേകുമ്പോഴേക്കും ഇവിടെ ഉള്ളി മുക്കാൻ വയ്ക്കാം. മീൻ കൂട്ടാൻ തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇതിനെ മൂടിയിട്ടിട്ടൊന്ന് വേവിക്കണം. കുറച്ച് വേവുണ്ടാവും. പുകയില്ലാത്ത അടുപ്പിലാണ് വെച്ചേക്കണത്. വലിയ അടുപ്പ് ഇടുക, പുകയില്ലാത്ത അടുപ്പിടുമ്പോൾ. അപ്പോൾ കറിയൊക്കെ ഒരുവിധം വെന്തു ഉണ്ടാവും, നല്ലോണം തിളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറക്കി കൊണ്ടുപോവാം അടുക്കളയിലേക്ക്. അതുപോലെ ഉള്ളി മൂക്കാറാവുമ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുക. അത് കാച്ചുമ്പോൾ കറി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. മീൻ കറി വെന്തു, ഉള്ളി കാച്ചൽ കഴിഞ്ഞു. ഞങ്ങൾ മീൻ കറി വയ്ക്കുമ്പോൾ ഉലുവ, കായം, കടുക്, ജീരകമൊന്നും ചേർക്കില്ല. ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ വെപ്പാണിത്. പിന്നെ ഇങ്ങനെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം.